മോൾ എന്തായി കാണിക്കുന്നേ? എരിഞ്ഞടങ്ങിയ പിന്നെ നഖം വെട്ടാൻ പാടില്ല എന്നാരാ പറഞ്ഞേ? പണ്ടുള്ളവരുണ്ടാക്കി വെച്ച നിയമോ. അന്ന് കറണ്ടും വെട്ടവും നഖം വെട്ടിയൊന്നും ഇല്ലാത്ത കാലത്ത് കത്തി കൊണ്ട് നഖം വെട്ടുമ്പോ കാലും കൈയും ഒക്കെ മുറിയാൻ സാധ്യതയുണ്ടല്ലോ. അതൊഴിവാക്കാൻ ഉണ്ടാക്കി വെച്ചതാവും. കഴിഞ്ഞോ ക്ലാസ്? നിങ്ങൾ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? മോളെ, പിണങ്ങാനും വഴക്കുണ്ടാക്കാനും ഒന്നും അല്ല ഞാൻ വന്നത്. പിന്നെന്തിനാ എന്നെ ഉപദേശിക്കാനോ? മോളെ ഉപദേശിക്കാനുള്ള വിവരമൊന്നും എനിക്കില്ല. ഞാൻ കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. ദേ, ഞാൻ ഈ കുറുക്കും കൊണ്ട് വന്നതാ. കുറുക്കോ? അതെന്തോ? നല്ല ഒന്നാന്തരം നാടൻ ഏത്തയ്ക്ക അരിഞ്ഞുണങ്ങി പൊടിച്ച് പച്ചമരുന്നും ചേർത്ത് കുറുക്കിയെടുത്തതാ. ഗർഭിണികൾക്ക് നീർക്കെട്ടിനും രക്തശുദ്ധിക്കും സൂപ്പറാ. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? പൂജമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൊ മോളാ പറഞ്ഞത് ചേച്ചിക്കും കൂടി കൊണ്ടു കൊടുക്കാൻ. അങ്ങനെ അവളുടെ ഉച്ചിഷ്ടം കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അയ്യോ, ഇത് ഉച്ചിഷ്ടമൊന്നുമല്ല, നല്ല ഫ്രഷാ. അടുപ്പിന് ഞാൻ നേരിട്ട് കോരിക്കൊണ്ട് വന്നതാ. എന്ത് കുന്തെങ്കിലാവട്ടെ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നോടുള്ള ദേഷ്യം മരുന്നിനോട് കാണിക്കല്ലേ മോളെ. ഉള്ളിക്കിടക്കുന്ന ഭാവയെ ഓർത്തെങ്കിലും ഇത് കഴിക്കണം. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. എന്താ എടുത്തേ? ഒന്നുമില്ല സാറേ, ഞാൻ ഇത്തിരി ഏത്തക്കാക്കുറുക്കുണ്ടാക്കി. അത് ആമിമോക്ക് കൊണ്ട് കൊടുക്കായിരുന്നു. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കുടിക്കും. ആമി, എനിക്ക് വേണ്ടിയല്ലോ, നിനക്ക് വേണ്ടിയല്ലേ ഏട്ടത്തി ഉണ്ടാക്കിയേ? ഞാൻ ഇതുപോലെ ലോക്കൽ മെയ്ഡ് സാധനങ്ങളൊന്നും കഴിക്കാറില്ല. ആ പിന്നെ, വഴി കാണുന്ന ഹിന്ദിക്കാരുടെ തുരുമ്പ് വണ്ടിന്ന് പാനിപ്പൂരിയും വടാപ്പാവും വാങ്ങിച്ചു കഴിക്കുന്ന പാർട്ടിയായി പറയുന്നേ. ആമി, ചുമ്മാ ചാട കാണിക്കാതെ വാങ്ങിച്ചു കഴിക്കടി. ദാ മോളെ, സ്വാദെങ്കിലും ഒന്ന് നോക്ക്. സ്വാദ്. ആമി, ആമി, നീ എന്ത് തോന്നിയ ദിവസമായി കാണിച്ചേ? എടുത്ത് ക്ഷമിക്കണം. നമുക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അയ്യോ വേണ്ട സാറേ, അത് സാരമില്ല. ആമിമോളുടെ ഓരോ കുറുമ്പല്ലേ ഇതൊക്കെ. എന്നാലും ഇത് കുറച്ച് കൂടുതലായി പോയി. കണ്ടില്ലേ, ഇവിടെ മുഴുവൻ വൃത്തികേടായി. സാരമില്ല സാറേ, ഞാൻ ക്ലീൻ ചെയ്തു തരാം. അല്ല ഏട്ടത്തി അല്ലല്ലോ തട്ടിയിട്ടത്. അത് സാരമില്ലെന്നേ, കൊച്ചു പെൺകുട്ടിയല്ലേ. ഇങ്ങനെ പല മുൻശുണ്ടികളും ഉണ്ടാവും, പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ. സാർ അതങ്ങ് വിട്ടേക്ക്. കർത്താവേ, ഇതിന്റെ പേരിൽ വഴക്കൊന്നും ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. ആമി, എന്നാലും നീ കാണിച്ച് വളരെ ബോറായി പോയിട്ടോ. അതെ, ബോറായി പോയി. ഞാനതെ മനഃപൂർവ്വം ചെയ്തതാ. എന്തിന്? അവർക്ക് ഒരിത്തിരി അഹങ്കാരം കൂടുതലാ. അവരെന്തിനാ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഇടപെടുന്നേ? അതെനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞാ വേണ്ട. അവരെന്തിനാ എന്നെ നിർബന്ധിക്കുന്നേ? അത് സ്നേഹം കൊണ്ടല്ലേ? എനിക്കാ സ്നേഹം വേണ്ടെങ്കിലോ? നീ എന്താ ആമി ഇങ്ങനെ? ഭക്ഷണമല്ലേ, അത് ആര് കൊണ്ട് തന്നാലും നിഷേധിക്കുന്നത് ദോഷമല്ലേ? ആ ദോഷം ഞാൻ അങ്ങ് സഹിച്ചു. അവരോടത്തെ മഹാറാണിയൊന്നും അല്ലല്ലോ, വേലക്കാരിയല്ലേ. വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. ശരി, അവര് വേലക്കാരി തന്നെയാ, സമ്മതിച്ചു. ഞാൻ നിന്റെ ആരാ? ഭർത്താവ് ആണല്ലോ. അപ്പൊ എനിക്ക് എന്റെ സ്ഥാനത്ത് നിൽക്കാലോ. കഴിക്ക്. എന്താ ഇത്? കുറച്ച് കുറുക്ക. എനിക്ക് വേണ്ട. ഇരിക്കണേ അവിടെ, ഇരിക്കാൻ. കഴിക്കടി, കഴിക്കാൻ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിക്കാനല്ലേ പറഞ്ഞേ? വേണ്ടോന്ന് വിചാരിക്കുമ്പോ തലക്കറി നിരങ്ങുന്നു. നീ ഈ അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പ്രതികരിക്കാം. സ്വർണം പോച്ചും തന്നിട്ട് സംസാരിക്കുക പോലും ഉള്ളൂ, മനസ്സിലായേ? അത്രയ്ക്ക് വലിയ വൃത്തിയോടല്ലേ നീ കാണിച്ചത്?
ഇടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഈ നിഷേധം കാണിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അതും ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചോണ്ട്. എടി, കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും ഈ സൗകര്യങ്ങളൊക്കെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിച്ചില്ലെങ്കിലും വെറുക്കാതിരിക്കാനെങ്കിലും ശ്രമിച്ചൂടെ നിനക്ക്? ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതെ ജീവിക്കുന്നതിന് പകരം എന്താടി നീയൊക്കെ ഇങ്ങനെ? നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇത് മുഴുവൻ കഴിക്കാതെ നീ ഇവിടുന്ന് എഴുന്നേറ്റാ ദേ ഈ SP ഉമാദത്തിന് ആരാണെന്ന് നീ അറിയും. ആ കഴിക്കടേ, എടുത്ത് കഴിക്കാൻ.